അപ്പൊ അത് ഒരു ദിവസം ഞാൻ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്തൊരു കമന്റ് ഞാൻ വായിച്ചതാണ്. 2007 തോന്നുന്നു എന്റെ ജൂബിലി എന്ന് പറഞ്ഞ ഹീറോ ആയിട്ടുള്ള ഒരു പടം വന്നായിരുന്നു. അപ്പൊ അത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബുക്ക്ലെറ്റ് ഉണ്ടാക്കിയായിരുന്നു, കുറെ പ്രിന്റ് ചെയ്തായിരുന്നു. അതിൻ്റെ അകത്ത് എന്റെ ഫോട്ടോ, ഇന്നസെന്റ് ചേട്ടന്റെ, ജഗതി ചേട്ടന്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട്, ആ പടത്തിൽ അഭിനയിക്കുന്ന എല്ലാവരുടെയും ഫോട്ടോ വെച്ചിട്ട്, പിന്നെ അതിൻ്റെ അകത്ത് പാട്ടുകളുടെ ലിറിക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടി. അപ്പൊ ഇത് ഞാൻ കുറച്ച് അച്ഛനെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ്, അച്ഛൻ ആർക്കെങ്കിലും കാശ് കൊടുത്തിട്ട് ഇതൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യിപ്പിക്കുക ബസ് സ്റ്റോപ്പിൽ അവിടെ ഇവിടെയൊക്കെ. അത് നമ്മൾ ചേർത്തല പൂച്ചാക്കല്ല എൻ്റെ വീട്. അപ്പം അച്ഛനത് ചെയ്തു, ആരെയും ഏൽപ്പിച്ചെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ വനിതാ ഫിലിം അവാർഡ്സിൽ ഞാൻ പറഞ്ഞ വീഡിയോയുടെ താഴത്ത് നമ്മുടെ അവിടെയുള്ള ആരോ ഒരാള് അന്ന്, ഇത് 2007 നമ്മൾ സംഭവം എഴുതിയിരിക്കുന്നത്. അന്ന് അയാൾ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. അപ്പൊ ബസ് സ്റ്റോപ്പിൽ അച്ഛൻ തന്നെയാണ് കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അച്ഛൻ്റെ ഞാൻ പറഞ്ഞത് ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കാൻ, അച്ഛൻ തന്നെ പോയി. അപ്പൊ അങ്ങനെ ഈ ഇത് കൊടുക്കുന്ന സമയത്ത് ഈ പയ്യനും കൊടുത്തു. അപ്പൊ ഈ പയ്യൻ അറിയില്ല എൻ്റെ അച്ഛനാണെന്ന്. ആ പയ്യൻ ഉടനെ എടുത്തു വായിക്ക് പറഞ്ഞു, വല്ല കാര്യമുണ്ടോ ചേട്ടാ, ഇവന്റെയൊക്കെ പടങ്ങൾ ആരെങ്കിലും തിയേറ്ററിൽ പോയി കാണുമെന്ന്. അപ്പൊ അച്ഛൻ അത് ചിരിച്ചുകൊണ്ട് അത് നേരിട്ടു ആ ചോദ്യം. പക്ഷെ അച്ഛന് ഭയങ്കര വിഷമമായി കാണുമല്ലോ നാച്ചുറലി. അച്ഛൻ എന്നോടത് പറഞ്ഞിട്ടില്ല, അമ്മയോടും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ പയ്യൻ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ തന്നെ അടുത്തുനിന്ന് ആള് പറഞ്ഞു, ഇത് സൈജു ഗ്രൂപ്പിന്റെ അച്ഛനാണ്. അപ്പൊ ഇവന് ഭയങ്കര ഗിൽറ്റ് ഫീലായി. അപ്പം പക്ഷെ അച്ഛനപ്പോഴത്തേക്കും പോവുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ വരുവാണ്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഡേ റിലീസ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പ്രസ് മീറ്റ് ആണ്. ഞാൻ രാവിലെ എണീറ്റ്, അപ്പൊ രാവിലെ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഭാര്യയും അമ്മയും എൻ്റെ മക്കളെയും എല്ലാവരെയും ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. അപ്പൊ അത് സ്ഥിരം ഞാൻ ചെയ്യുന്ന പോലെ അമ്മയെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു, എടാ 21 വർഷത്തെ പ്രാർത്ഥനയാണ് എൻ്റെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് അച്ഛനെ പറ്റി ഓർത്തു. എന്ന് വെച്ചാൽ ശരിയാണ്, ഇപ്പൊ ഒരു പടം സക്സസ്ഫുൾ ആയിട്ട് ഓടുകയാണ്, ഒരു ദിവസം നല്ലൊരു ടിക്കറ്റ് സെയിൽസ് ഉണ്ട്. അപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. അപ്പൊ പെട്ടെന്ന് ഈ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമ്മളിങ്ങനെ ചിന്തിക്കുമല്ലോ. അപ്പൊ ഞാൻ അമ്മയുടെ മുമ്പിൽ ഞാൻ ഇമോഷണൽ ഒന്നും ആയില്ല. ഞാൻ പിന്നെ അവിടെ നമ്മൾ പ്രസ് മീറ്റിന്റെ സ്ഥലത്ത് ചെന്നിട്ട് ഞാൻ എല്ലാവരുമായിട്ടും നല്ലപോലെ എന്താണ് ഹാപ്പിനെസ് ഒക്കെ ഷെയർ ചെയ്യുവാണ്. അതുകഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ബേബി ഇരിക്കുന്നു, നമ്മുടെ ഡയറക്ടർ ഇരിക്കുന്നു, പിന്നെ തോമസ് ചേട്ടൻ ഇരിക്കുന്നു, ഞാൻ ഇരിക്കുന്നു. അപ്പൊ ഓർഡറിൽ പോകാന്ന് പറഞ്ഞിട്ട് ബേബിക്ക് മൈക്ക് കൊടുക്കുന്നു. ഞാനപ്പോൾ അവിടെ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ ഇമോഷണൽ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യുവാണ്. അപ്പം ബേബിയുടെ അടുത്തുനിന്ന് മൈക്ക് എൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി കുറച്ച് സമയമുണ്ടല്ലോ. അപ്പൊ അതിൽ ആ സമയം കൊണ്ട് റിക്കവർ ആവണമെന്ന് ഞാൻ ഓർത്തത്. പക്ഷെ ഇവർ 3 പേരും അധികം സംസാരിച്ചില്ല. പെട്ടെന്ന് എൻ്റെ കയ്യിലേക്ക് വന്നു. അപ്പൊ ആ സെക്കൻഡിൽ ഞാൻ പെട്ടെന്ന് റിക്കവർ ആയിട്ട് ഞാൻ സംസാരം തുടങ്ങി. പക്ഷെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ സംഭവിച്ചത്, എൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷെ പിന്നെ ഞാൻ മാറിയിരിക്കുന്നു. പിന്നെ അത് ഓക്കെ ആയി. അത് നാച്ചുറലി ഒരു ലോസ് തന്നെയാണ്. അത് എനിക്കൊന്നും ഇനി കാണാനാരും ബാക്കിയില്ലെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു സംഭവം.